ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ജാപ്പനീസ് സ്റ്റോർ കണ്ടത്. ഡൈസോ എന്നാണ് പേര്, ഞാൻ ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പിന്നെ വാങ്ങിയത് ഒരു ഇൻവിസിബിൾ ടേപ്പാണ്. ഇൻവിസിബിൾ ടേപ്പ് എന്താണെന്ന് വെച്ചാൽ ജേർണലിങ്ങോ സ്കൂളിലെയോ കോളേജിലെയോ നോട്ട്ബുക്ക് എന്തെങ്കിലും എഴുതുമ്പോൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇത് ഒട്ടിച്ചിട്ട് റീറൈറ്റ് ചെയ്താൽ മതി. അപ്പം നോട്ട്ബുക്കൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കും. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് വാഷി ടേപ്പാണ്. അവിടെ കൂടുതലും ഫ്ലോറൽ ഡിസൈനുള്ള വാഷി ടേപ്പായിരുന്നു ഉള്ളത്. നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അത്യാവശ്യം വാഷി ടേപ്പൊക്കെ വാങ്ങാറുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വാഷി ടേപ്പിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ അധികം സ്റ്റിക്കേഴ്സ് ആയിരുന്നു ഉണ്ടായത്. അതായത് നോർമൽ ഒരു ടേപ്പ് ഒട്ടിക്കുന്നത് പോലെ അല്ലാതെ നമുക്ക് ഓരോ ഡിസൈനും ഇൻഡിവിജ്വലായിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ ആദ്യത്തെ ടേപ്പിൽ കുറേ കോഡ്സും സ്റ്റാമ്പും മോഡലൊക്കെ ആയിരുന്നു. പിന്നെ രണ്ടാമത്തതിൽ കുറേ ഫ്ലോറൽ ഫ്ലവേഴ്സ് ആയിരുന്നു ഉണ്ടത്. നിങ്ങൾക്ക് ക്യൂട്ടായിട്ടുള്ള ജേർണലിംഗ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ വിൻറ്റേജ് ടൈപ്പ് നമ്മൾ DIY ആയിട്ടൊക്കെ ചെയ്യുന്ന ജേർണലിങ്സ് ആണ് ഇഷ്ടം, എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം, നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാമല്ലോ. ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ഈ ടേപ്പാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന നല്ല വാഷി ടേപ്പ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഏതൊരു ഷോപ്പിൽ നിന്ന് സെല്ലാവാതെ ഇരിക്കുന്ന കുറച്ച് ടേപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ ചെറിയ വിലക്ക് കുറേ വാങ്ങി, പക്ഷേ ഒരു യൂസും ഉണ്ടായില്ല. ഒട്ടിയാൽ തന്നെ 10-15 മിനിറ്റ് കഴിയുമ്പോൾ താനേ പറഞ്ഞു വരും. അപ്പോൾ കുറഞ്ഞ പൈസക്ക് കുറേ ടേപ്പ് കണ്ടാൽ ആരും ചാടിക്കറി വാങ്ങാൻ നിൽക്കണ്ട, നഷ്ടമായിരിക്കും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ടേപ്പാണ്. ഈ ഒരു ടേപ്പ് വാങ്ങാനുള്ള ഒരേ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് നോർമൽ ഒരു ടേപ്പ് പോലെയോ സ്റ്റിക്കർ പോലെയോ അല്ലായിരുന്നു. അഫ്കോഴ്സ് ഗം ഉണ്ട്, പക്ഷേ ഇതൊരു സ്റ്റാമ്പ് മോഡലായിരുന്നു. അതായത് ഇൻഡിവിജ്വലായിട്ട് നമുക്കിങ്ങനെ ടിയർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, നമ്മുടെ ജേർണലിങ്ങിന് പെർഫെക്റ്റ് ആയിട്ട് പോകുമെന്ന് തോന്നി. ഇത് ഫ്ലോറൽ ഡിസൈൻ അല്ലായിരുന്നു, മൂണും സണ്ണും ബട്ടർഫ്ലൈസും അങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതുപോലത്തെ സ്റ്റാമ്പ് മോഡൽ വാഷി ടേപ്പ് നമുക്ക് DIY ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, നമുക്ക് ചെയ്യാം. പിന്നെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വിൻറ്റേജ് ബോക്സ് എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് വാങ്ങില്ല. അതിന് പകരം വേറൊരു ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ വിൻറ്റേജ് ബോക്സിൽ നമുക്ക് നല്ല നല്ല സ്റ്റിക്കേഴ്സോ വാഷി ടേപ്പോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു സ്റ്റാമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ജപ്പാനീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതല്ല, വേറൊരു നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് മുമ്പ് ഞാൻ ആ സ്റ്റോറിൽ നിന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഈ സ്റ്റാമ്പും കൂടി കണ്ടപ്പോൾ ഇതും കൂടി കളക്ട് ചെയ്ത് വെക്കാൻ തോന്നി. ഇങ്കൊക്കെ ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ക് നിറച്ചിട്ട് ആ ഹോളിലൂടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് കുറച്ച് ലൂസായിരുന്നു, അതുകൊണ്ട് തന്നെ ഇങ്ക് നിറച്ചാൽ പുറത്തേക്ക് വരുമെന്നുള്ള ഡൗട്ട് ഉണ്ട്. അപ്പോൾ വെറുതെ പണി കിട്ടണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സ്റ്റാമ്പ്. ഇത് ഞാൻ ജേർണലിങ്ങിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ലെറ്ററിങ്ങോ എന്തെങ്കിലും എഴുതുമ്പോൾ അതിൽ സ്റ്റാമ്പ് ചെയ്ത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ എൻ്റെ ഒരു ജപ്പാനീസ് പർച്ചേസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ബോർഡാണ്. ഭയങ്കര നോസ്റ്റാൾജി ആയിട്ട് തോന്നി. പണ്ടത്തെ നമ്മുടെ ചട്ടയിട്ടിട്ടുള്ള സ്ലേറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഓർമ്മ വന്നു. ഡെസ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും പിന്നെ അത്യാവശ്യം ടു ഡു ലിസ്റ്റും ഒക്കെ എഴുതി വെക്കാൻ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ബോർഡ് വാങ്ങിയ സ്ഥിതിക്ക് എഴുതാൻ വേണ്ടി എന്തെങ്കിലും ചോക്ക് വേണമല്ലോ. സത്യം പറഞ്ഞാൽ ചോക്കിനേക്കാൾ നല്ലത് സ്ലേറ്റ് പെൻസിലാണെന്ന് തോന്നി. അതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ പറ്റുക. പിന്നെ സ്ലേറ്റ് പെൻസിൽ നോക്കിയപ്പോൾ കിട്ടിയില്ല, പിന്നെ ചോക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ഒരു സൈഡിൽ ബോർഡും അതിന്റെ ബേക്കിൽ പെഗ് ബോർഡും ആയിരുന്നു ഉള്ളത്. പെഗ് ബോർഡിൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ പിൻ ചെയ്ത് വെക്കാം. പിന്നെ ഇതിനകത്ത് എഴുതി കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല സ്മൂത്തായിരുന്നു. പിന്നെ മായ്ച്ച് കളയാനും എളുപ്പമായിരുന്നു. ഒരു ടിഷ്യൂ പേപ്പറോ വെച്ച് ഈസിയായി മായ്ച്ച് കളയാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആ ജാപ്പനീസ് സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഈ കുട്ടി ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ എൻ്റയർ പർച്ചേസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പർച്ചേസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് പറയാം. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അതുവരേക്കും ബൈ.